ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിയറത്ത് ടീച്ചർ. പ്രസിഡന്റ്, ഇപ്പോൾ താങ്കൾ 4 മാസമായിട്ട് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 21 വർഷത്തോളമായി മാവൂരിൽ നടക്കുന്ന വിവാദ വഴി പ്രശ്നം, ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം 5 വീട്ടുകാരെ 25ഓളം ആൾക്കാർക്ക്, കുട്ടികളടക്കം രോഗികളുള്ള അവിടെ വഴിയുടെ ഒരു പ്രശ്നം നടന്നിരുന്നു. വളരെ വിവാദമായ ഈ വഴി പ്രശ്നം ഗ്രോവാസു അടക്കം ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്തുകയും അതുപോലെ തന്നെ MLA, പഞ്ചായത്ത്, ജില്ലാ ലീഗൽ അതോറിറ്റി, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ, ഇവിടെ എല്ലാം പരാതികൾ പോവുകയും ഈ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു. 5 വീട്ടുകാരുടെ പ്രശ്നമാണ്, വഴിയുടെ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്നലെ താങ്കൾ വിളിച്ചു ചേർത്തു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കപ്പെട്ടു എന്നറിയുന്നത്. ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്? മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സെക്രട്ടറിയും മഹനറയിലെ അധികൃതരും മഹനറ സ്കൂളിന്റെ അധികൃതരും പരാതിക്കാരെയൊക്കെ സംയുക്തമായിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ വഴി പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മർക്കസിലെ ഉസ്താദിന്റെ സഹായവും ഈ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തീരദേശ റോഡ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്കുള്ള 4 അടി വഴി വിട്ടുകൊടുത്തുകൊണ്ട് അതിലൂടെ സഞ്ചാരയോഗ്യമാകുന്ന ഒരു വഴിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് പിന്നെ അവർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ റോഡ് ആവുന്നത് വരെ നിലവിൽ ഏത് രീതിയിലാണോ സഞ്ചരിച്ചിരുന്നത് ആ രീതിയിൽ അവർക്ക് യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള രീതിയിലും തീരുമാനമായിട്ടുണ്ട്. ആ റോഡ്, അതായത് തീരദേശ റോഡ്, ഒരു 200 മീറ്ററോളം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. കഴിഞ്ഞ കാലയളവിലൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചുകൊണ്ട് 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഏകദേശം റോഡിന്റെ പ്രവൃത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി പൂർത്തീകരിക്കണമെങ്കിൽ ഒരു 200 മീറ്ററും കൂടി വേണം. ടീച്ചറെ, ഈ 200 മീറ്റർ വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ റോഡായിട്ടില്ല, ടാറിങ് കഴിഞ്ഞിട്ടില്ല, വെറും മണ്ണിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 200 മീറ്ററും കൂടെ മണ്ണിട്ട് കഴിഞ്ഞാൽ റോഡിന്റെ ബേസിക്കായി അല്ലേ? തീർച്ചയായിട്ടും 200 മീറ്റർ കൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ റോഡിന്റെ സ്ട്രക്ചർ ആവും. അതിനുശേഷമാണ് നമുക്ക് സൈഡ് കെട്ടി ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് പൂർത്തീകരിക്കേണ്ടത്. അത് ഗ്രാമപഞ്ചായത്തിന് മാത്രമായിട്ട് ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കില്ല. ഒരുപാട് കോടികൾ ആവശ്യമുള്ള ഒരു ഫണ്ടാണ്. ഈ റോഡ് പൂർത്തീകരിക്കണമെങ്കിൽ കോടികൾ ആവശ്യമായി വരും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയും MLA MP ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ താമസിയാതെ തന്നെ ഈ റോഡ് പൂർത്തീകരിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ കുറ്റിക്കപ്പാലക്കൽ കളത്തിൽ പൈപ്പ് ലൈൻ റോഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഈ പാത വരിക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമായാലും ജനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നിലവിൽ എത്ര കാലം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ കഴിയും? അത് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്ന എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ കോമ്പൗണ്ട്, അതായത് സ്കൂൾ പ്രവർത്തിക്കുന്ന ഇതുവഴി വണ്ടികൾ പോവുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്, സ്ഥാപനത്തിനും ഇതാണ്. പക്ഷെ അവർക്ക് ഈ വീട്ടുകാർക്ക് അതുവഴിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന, ഇപ്പൊ അത് ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇവരുടെ യാത്രാ സൗകര്യം? അതെന്തെങ്കിലും തീരുമാനമുണ്ടോ? നിലവിൽ ഏത് രീതിയിലായിരുന്നോ ഈ കാലയളവിൽ നടന്നിരുന്നത് ആ രീതിയിൽ അവർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അതിനൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് ആ രീതിയിലും സ്കൂളുകൾ സൗകര്യം ചെയ്തു കൊടുക്കും. അല്ല, അവിടെ രോഗികളുണ്ട്, പലപ്പോഴും ആശുപത്രിയിൽ പോകേണ്ട സമയത്ത് പോലും അവർക്ക് പല പെർമിഷൻ എടുക്കണം. അതാണ് പറഞ്ഞത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവർക്ക് രോഗിയായിട്ട് ബന്ധപ്പെട്ടോ ആംബുലൻസോ വാഹന സൗകര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്നുള്ളത് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവർക്കുള്ള യാത്രാ സൗകര്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഇരുകൂട്ടരെയും വിളിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ കാല പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്.
പ്രസിഡന്റ്, ഇപ്പം നിലവിലിപ്പം താങ്കൾ പറഞ്ഞത് പ്രകാരം ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്ന് ഫണ്ട് പാസ്സാകുമൊന്നുമില്ല. പക്ഷെ ഇത് മാവൂരിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ തീരദേശ റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ കഴിയോ ഇല്ലയോ? ഈ തീരദേശ റോഡ് എന്ന് പറയുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ മുൻകാലങ്ങളിലെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു റോഡ് 2015-20 പിന്നെ ഭരണസമിതി കാലത്ത് തുടക്കം കുറിച്ച റോഡും കൂടിയാണ്. അത് പൂർത്തീകരിക്കൽ ജനങ്ങളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു ആവശ്യം കൂടിയാണ്. അത് പരമാവധി സമയത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ വരണം, മന്ത്രിസഭ ആയതിനു ശേഷം പിന്നെ MLA-യും MP-യും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവരുടെയും സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ട് ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് അല്ല, ഇതിപ്പം ടാറിങ് ഇതെല്ലാം അല്ലാതെ തന്നെ മണ്ണിട്ടുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ താൽക്കാലികമാണെങ്കിലും അങ്ങനത്തെ ഒരു സംവിധാനത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ പഞ്ചായത്ത്? തീർച്ചയായിട്ടും നമ്മൾ അത് സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയുള്ള സഹകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പരമാവധി പിന്നെ ഈ റോഡിന്റെ സ്ട്രെച്ചർ ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ബാക്കി പിന്നീട് ഫണ്ടുകൾ പാസ്സാകുന്നതനുസരിച്ചിട്ട് പിന്നീട് ഫണ്ടുകൾ പാസ്സാകുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് പൂർത്തീകരിക്കും. ഓക്കെ, ഒരു വലിയ വിഷയമായി മാറേണ്ടിയിരുന്ന കാര്യം വളരെ തന്മയത്തോടു കൂടിയിട്ട് വളരെ സാരണത്തോടു കൂടി എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞു. വളരെ രമ്യമായിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിച്ചു. ഓക്കെ, ഏതായാലും താങ്കളെപ്പോലുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ സജീവമായി ഇനിയും മാവൂരിൽ ഉണ്ടാവട്ടെ. മാവൂർ പഞ്ചായത്തിന്റെ വികസനമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മലബാർ മീഡിയയുടെ ഒരു നിഗമനം ഈ വിഷയത്തിൽ സജീവമായി തന്നെ മാവൂർ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം വിട പറയുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.